സിമ്പിൾ സ്റ്റെപ്പ് വിത്ത് വൈഷൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള PSC സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തതിനു ശേഷം ചേഞ്ച് ഫോട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇത്ര KB മാത്രമേ 30 KB മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ ഇമേജ് ഡയമെൻഷൻ 150x200H എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടീഷൻ. അപ്പം അതെങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം എങ്ങനെയാണ്. അതുപോലെ തന്നെ ഇമേജിന്റെ അണ്ടറിൽ നമ്മളെ പേര് വേണം, ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് വേണം, ഇതൊക്കെ എങ്ങനെ ആ ഒരു ഇമേജിൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഏതൊരു SSCന്റെ സൈറ്റിലും പോയാലും ഏതൊരു സൈറ്റിൽ പോയാലും നമുക്ക് ഇത്ര KB അല്ലെങ്കിൽ ഇത്ര ഡയമെൻഷൻ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്, ഇത് ചെയ്യാൻ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അത് കേരള PSC സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം മൈ പ്രൊഫൈൽ എന്നുള്ള സെക്ഷൻ എടുക്കാം. ശേഷം ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ചേഞ്ച് ഫോട്ടോഗ്രാഫ്സ് എന്നുള്ള സ്പേസ് കിട്ടും, അവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം കണ്ടീഷൻസും കാര്യങ്ങളും ജസ്റ്റ് വായിച്ചു നോക്കും. മാക്സിമം സൈസ് 30 KB, ഇമേജ് ഡയമെൻഷൻ 150x200 എന്ന് കാണിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് പോകുന്നു. ഫോട്ടോഷോപ്പ് CS3 ആണ് ഞാൻ അവിടെ ഓപ്പൺ ചെയ്യുന്നത്. അവിടെ പുതിയൊരു ഫയൽ നമ്മൾ ആദ്യം ന്യൂ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം വിഡ്ത്ത് 150, ഹൈറ്റ് 200 ആക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പം ഇനി ഏതെല്ലാം ഫയൽ നമ്മൾ ഫോട്ടോഗ്രാഫും പേരും ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് എന്നിവയെല്ലാം കൊണ്ടുവരണം. അത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഓപ്പൺ ചെയ്യുക. ആദ്യം നമ്മൾ പോയിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്പേസിലേക്ക്, നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്പേസിലേക്ക് ഇത് രണ്ടും അങ്ങോട്ട് കൊണ്ടുവരണം. അതിനുശേഷം മൂവ് ടൂൾ എടുക്കുക. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഓരോ പിക്ചർ എടുത്ത് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. രണ്ടാമത്തെ പിക്ചർ എടുക്കുക. ഇത് അതുപോലെ തന്നെ അടുത്ത് ഡ്രാഗ് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ടിടുന്നു. ഓക്കെ, മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ശേഷം ഷോ ട്രാൻസ്ഫോം കൺട്രോൾസ് എന്ന് ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. അതപ്പോൾ നമുക്ക് സൈഡിൽ വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെറുതാക്കിയാൽ മതി. റീസൈസ് ചെയ്തിട്ട് ചെറുതാക്കി കൊണ്ടുവന്നു. ഓക്കെ, അത് റീസൈസ് ആയിട്ടുണ്ട്. പേരും ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫർ റീസൈസ് ഉണ്ട്. ഇനിയിപ്പോൾ അത് അപ്ലൈ കൊടുക്കും. ശേഷം ലെയർ 1 എടുക്കും. അതായത് ഇത് സെപ്പറേറ്റ് രണ്ട് ഇമേജ് ആണല്ലോ. അപ്പോൾ സെപ്പറേറ്റ് ലെയർ ആയിട്ട് വരും. രണ്ട് ഇമേജ് ഓപ്പൺ ചെയ്യുന്നല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഇമേജ് നമ്മളൊന്നും കൂടി റീസൈസ് ചെയ്യുക. മൂവ് ടൂൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ റീസൈസ് ചെയ്ത പോലെ. ഓക്കെ, ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. എന്നിട്ട് അപ്ലൈ കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫയലിൽ പോവാം. എന്നിട്ട് യൂഷ്വലി സേവ് ആസ് കൊടുക്കും. എന്നിട്ട് ഈ ഫോട്ടോഷോപ്പ് ഫോർമാറ്റ് മാറ്റിയിട്ട് JPG ആക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫയൽ നെയിം മാറ്റാം. ഓക്കെ, ഇനി സേവ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇമേജ് സൈസ് എന്നെല്ലാം കാണിക്കും, ക്വാളിറ്റി എന്നെല്ലാം കാണിക്കുക. അപ്പോൾ നമ്മൾ അവിടെ KB, ഇവിടെ എസ്റ്റിമേറ്റഡ് KB എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. നമുക്ക് 30 KB അല്ല വേണ്ടേ. അപ്പോൾ അവിടുന്ന് വീണ്ടും കുറക്കാം. ഇതിപ്പം 31 ആയി. 29.9 KB ആയി. ആക്ച്വലി ഇവിടെ കാണിച്ചതല്ല, അതിനേക്കാൾ കുറഞ്ഞിട്ടേ വരും. അവിടെ ഫയൽ സേവ് ആകുമ്പോൾ അവിടെ ഇതിനേക്കാൾ കുറഞ്ഞിട്ടേ വരും. ഇത് എസ്റ്റിമേറ്റഡ് സൈസ് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മിനിമൈസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കേരള PSC സൈറ്റിലേക്ക് തന്നെ പോവുക. എന്നിട്ട് സെലക്ട് ഫയൽ ടു അപ്ലോഡ്, ചൂസ് ഫയൽ കൊടുക്കുക. ക്ലിക്ക് ചെയ്യാം, ചൂസ് ഫയൽ. അതിനുശേഷം നമ്മളിവിടെ ഏത് ഫയൽ ഏത് ഫോൾഡറിൽ സേവ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മളിപ്പം ചെയ്ത് വെച്ച ഫയൽ തുറക്കുക. ഓപ്പൺ ചെയ്യുക, അത് JPG ഫയൽ തുറക്കുക. ഓക്കെ, ഇനി ഫോട്ടോഗ്രാഫിൽ കാണുന്ന പോലെ തന്നെ നമ്മളെ പേര് ഇവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫും എൻ്റർ ചെയ്യാം. അപ്പം ഞാൻ വീണ്ടും പറയുന്ന, നമ്മൾ ആദ്യം സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഇമേജ് സൈസാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് ഒറിജിനൽ സൈസ് അതിനേക്കാൾ കുറവായിട്ട് പൊതുവേ വരാറുള്ളൂ. ഓക്കെ, അതിനുശേഷം ഡേറ്റ് കൊടുക്കാം. പിന്നെ ശേഷം വരുന്ന എല്ലാ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാം. സേവ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്ലോഡ് ആയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി ഞാൻ ഉടനെ എത്താം. താങ്ക് യു.